വളരെ സമ്മിശ്രമായ വികാരങ്ങളോടുകൂടിയാണ് ഈ സന്ധിയിൽ ഞാനിവിടെ നിൽക്കുന്നത്. അച്ഛൻ ചരിത്രം പറഞ്ഞപ്പോൾ കരവാളൂർ നിന്ന് ഈ കൺവെൻഷന് രാത്രിയിൽ നടന്നു വന്ന ഓർമ്മകളുണ്ട്. തിരികെ പോകുമ്പോൾ പ്രൈവറ്റ് ബസ്സില്ല. എന്നാൽ കൂട്ടുകാർ കുറേ പേരുണ്ട്. അടുക്കള മൂലയിൽ ചെല്ലുമ്പോൾ ചിലരൊക്കെ തോട്ടത്തിലേക്ക് നോക്കിയിട്ട് പറയും, ഓടിക്കോളം പറയും. അങ്ങനെ പേടിപ്പിച്ച സന്ദർഭങ്ങളുണ്ട്. എന്നാൽ നടന്നവരെ ആരെയും കർത്താവ് കൈവിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവൻ്റെ പിന്നാലെ യാത്ര ചെയ്ത ആരെയും അവൻ ഉപേക്ഷിക്കുന്നില്ല. അതിന് തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായി കർത്താവ് തന്ന പദവിയും ഭാഗ്യവും. ആ വലിയ ചരിത്രത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ദൈവസന്നിധിയിൽ തലകുനിക്കുന്നു. മുൻഗാമികളായി പ്രവർത്തിച്ച ഒന്നിരായ ആചാര്യന്മാരും സുവിശേഷകരും കണ്ണുനീരൊഴുക്കിയ മാതാപിതാക്കളുമൊക്കെ ഈ യോഗത്തിൻ്റെ വലിയ ശക്തിയാണെന്ന് നാം ഈ രാത്രി തിരിച്ചറിയുന്നു. അവരോടുകൂടെ ഈ സന്ധ്യയിൽ ഇരിക്കുന്നത് എനിക്കും വലിയ സന്തോഷമാണ്. വലിയ പാരമ്പര്യവും വലിയ കാര്യവിചാരകരുടെ ശുശ്രൂഷകളൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലത്താണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുവാൻ ഇടയാകുന്നത്? യോഗ്യതകളൊന്നും പറഞ്ഞിട്ടല്ല, കർത്താവ് തന്ന ഒരു വലിയ അവസരം. വളരെ തലകുനിച്ച് നിൽക്കുന്നു. എൻ്റെ ചുറ്റുമിരിക്കുന്ന വൈദികരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ള ഉറപ്പും, പുറകിലിരിക്കുന്ന മുമ്പിലിരിക്കുന്നവരുമെല്ലാം എന്നെ പലതരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നുള്ള ധൈര്യവുമാണ് ഈ ശുശ്രൂഷയിൽ എന്നെ സംഗതിയാക്കുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ആ മുഖവുര അവിടെ അവസാനിപ്പിക്കുകയും ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട മോത്തിയച്ചനിക്ക് തന്ന വിഷയം റെക്കൺസിലിയേഷൻ ആൻഡ് ഫാമിലി റിലേഷൻഷിപ്സ് എന്നുള്ളതാണ്. അനുരഞ്ജനവും കുടുംബ ബന്ധങ്ങളും എന്ന വലിയ ഒരു വിഷയമാണ്. ആ വിഷയത്തെ ഞാനൊരു ദൈവശാസ്ത്രജ്ഞനല്ലാത്തതുകൊണ്ട്, മനുഷ്യശാസ്ത്രമാണ് എനിക്കറിയാവുന്നതുകൊണ്ട് ആ നിലയിലായിരിക്കും ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വചനത്തിന് മുമ്പിൽ ഒരു നിമിഷം തലകുനിക്കാം. ഉയരത്തിൽ നിന്ന് വചനമയച്ചു എന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വചനമായി ഞങ്ങളുടെ മധ്യയെ പാർത്ത പ്രിയപ്പെട്ട കർത്താവേ, വചനത്തിന്മേൽ ഇന്നും പരിവർത്തനം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, തുറന്ന വചനവുമായി നിൻ്റെ കുഞ്ഞുങ്ങൾ ക്രൂശൻ ചുവട്ടിലിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ വചനം, ഞങ്ങളെ തിരുത്തിയ വചനം, ഞങ്ങളെ ശക്തീകരിച്ച വചനം, ഞങ്ങളെ സൗഖ്യമാക്കിയ വചനം, ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച വചനം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കിയ വചനം, വനങ്ങളെ തോലുരിച്ച വചനം, കാദേശ് മരുവിനെ നടുക്കിയ വചനം, ഈ രാത്രിയും കടന്നു വന്ന ചിലർക്ക് തലകുനിപ്പാനുള്ള രാത്രിയായി, ചില കർത്താവിനെ കണ്ട രാത്രിയായി, ചില കുടുംബങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്ന രാത്രിയായി, ചിലർ അവന് യഥാസ്ഥാനപ്പെടുന്ന രാത്രിയായി, ചിലർ കണ്ണുനീർ തൂകുന്ന രാത്രിയായി, ചില കർത്താവിനോട് ചേർന്ന് മടക്കയാത്ര ചെയ്യുന്ന രാത്രിയായി, ചിലർ ജീവിതങ്ങളും കുടുംബങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന രാത്രിയായി. ഞങ്ങൾക്കെല്ലാവർക്കും തൃപ്തിയാകോളെ വചനം വാഗ്ദത്തമായി തരുന്നു. അത് വാങ്ങി ഭക്ഷിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവേ, അടിയൻ ബലഹീനനാണല്ലോ, നീ കൂടെ നിൽക്കുന്നത് കൊണ്ട് സ്തോത്രം. കേൾക്കുന്നതെല്ലാം ദൈവശബ്ദമായി തിരിച്ചറിയുവാൻ നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ നടുവിൽ നിന്ന് കൊള്ളണമേ. തലകുനിച്ച എല്ലാവരെയും കൃപയോടെ, വലിയ കൃപയോടെ മടക്കി അയക്കണം. മഹത്വം കർത്താവിന്. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.
വേദപുസ്തക ചരിത്രത്തിൽ അബ്രഹാമിൻ്റെ ഭവനത്തെ വിശ്വാസത്തിൻ്റെ ഭവനമെന്നും ഇസഹാക്കിൻ്റെ ഭവനത്തെ സത്യത്തിൻ്റെ ഭവനമെന്നും യാക്കോബിൻ്റെ ഭവനത്തെ ആശ്രയത്തിൻ്റെ ഭവനമെന്നുമാണ് പേർ വിളിക്കുന്നത്. ഒന്നുകൂടെ ചേർന്ന് നമുക്ക് പറയാം. അബ്രഹാമിൻ്റെ ഭവനം വിശ്വാസത്തിൻ്റെ ഭവനം, ഇസഹാക്കിൻ്റെ ഭവനം സത്യത്തിൻ്റെ ഭവനം, യാക്കോബിൻ്റെ ഭവനം ആശ്രയത്തിൻ്റെ ഭവനം. അപ്പോൾ ഭവനത്തിൻ്റെ സൽപ്പേരുകൾ അങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും ഭവനം. എന്നാൽ സത്യത്തിൻ്റെ ഭവനമായ ഇസഹാക്കിൻ്റെ ഭവനത്തിൽ സത്യമല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ വീട്ടിൽ രണ്ട് വാക്കുകൾ ജനിക്കുകയാണ്: ഡെസ്റ്റിനി ആൻഡ് ഡെസ്റ്റിനേഷൻ. ഒരു ഭവനം തെറ്റായ വിധി സമ്പാദിക്കുകയാണ്. എന്താണ് ആ ഭവനം തെറ്റായ വിധി സമ്പാദിച്ചത്? ഒരാൾ തെറ്റായി പ്രവർത്തിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ ഭവനത്തിൻ്റെ ഡെസ്റ്റിനി, വിധി മാറി. അവിടെ പുതിയ 3 വാക്കുകളുണ്ടായി. ഇസഹാക്കിൻ്റെ വീട് കലഹത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഭവനമായി മാറി. എന്താ? ഇസഹാക്കിൻ്റെ വീട് കലഹത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കാത്തിരിപ്പിൻ്റെയും വീട്. ദാറ്റ് ഈസ് ദ ഡെസ്റ്റിനി ഓഫ് ദ ഹോം. എന്നാൽ ആ വിധിയിൽ വീടിനെ ദൈവം കൈവിട്ടില്ല. The home has traveled to the destination. ആ ഭവനത്തിന് ഒരു ലക്ഷ്യം ദൈവം തമ്പുരാൻ നൽകി. What is the destination? എന്താണ് ആ ലക്ഷ്യം? 3 വാക്കുകളാണ്: അനുതാപത്തിലൂടെയും അനുരഞ്ജനത്തിലൂടെയും വീണ്ടെടുപ്പിലൂടെയും ആ വീട് ലക്ഷ്യം കണ്ടെത്തി. ഒന്നുകൂടെ പറയാം. എന്താ? അനുതാപത്തിലൂടെയും അനുരഞ്ജനത്തിലൂടെയും വീണ്ടെടുപ്പിലൂടെയും ആ വീട് ലക്ഷ്യം കണ്ടെത്തി. 2 വാക്ക് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ? ഡെസ്റ്റിനി ആൻഡ് ഡെസ്റ്റിനേഷൻ. അനുരഞ്ജനം എന്നാൽ ഒരു വാക്ക് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. റെക്കൺസിലിയേഷൻ ഈസ് ട്രാവലിംഗ് ഫ്രം ഡെസ്റ്റിനി ടു ഡെസ്റ്റിനേഷൻ. അനുരഞ്ജനം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം തമ്പുരാൻ നമ്മുടെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് സംഭവിച്ച അപജയങ്ങളിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള മടക്കയാത്രയുടെ പേരാണെന്ത്? അനുരഞ്ജനം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? എന്താ? എവിടെയെങ്കിലും പാളിപ്പോയ ഇടപെടലുകളിൽ നിന്ന്, തെറ്റായ വിധി സമ്പാദിച്ചതിൽ നിന്ന് ലക്ഷ്യത്തിലേക്കുള്ള മടക്കയാത്രയുടെ പേരാണെന്ത്? അനുരഞ്ജനം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് പ്രയാസമില്ല എന്ന് പറഞ്ഞാൽ, ഡെസ്റ്റിനിയിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഒരു വാക്കിൽ മുമ്പോട്ട് പോകാൻ നമുക്ക്. ഇത് സാധ്യമാകുന്നത് ഒരു മടക്കയാത്രയിലൂടെയാണ്. മടക്കയാത്ര. ഞാൻ 2 കൊച്ചു വാക്കുകളുടെ പറയട്ടെ. മടക്കയാത്രകളെല്ലാം മഹത്വത്തിൻ്റെ യാത്രകളാണ്. ആരൊക്കെ അവൻ്റെ അരികിലേക്ക് മുഖം തിരിച്ച് മടങ്ങി വരാൻ താല്പര്യപ്പെടുന്നുവോ അവിടെല്ലാം മഹത്വമണിയിക്കും. ഞാൻ സ്തോത്രം പറയാൻ 3 വാക്ക് പറയുകയാണ്. ഇസഹാക്കിൻ്റെ വീടിനെ ദൈവം വീണ്ടും മാനവും മഹത്വവും സ്തോത്രവും അണിയിച്ചു. ഹല്ലേലൂയ. ഇസഹാക്കിൻ്റെ ഭവനത്തെ ദൈവം വീണ്ടും മാനവും മഹത്വവും സ്തോത്രവും അണിയിച്ചു. ഈ ദൈവശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ആരെങ്കിലും ഈ ശബ്ദം കേട്ട് ഒരു ചുവടുമാറ്റം നടത്തിയാൽ ഈ രാത്രി നമ്മുടെ ഭവനത്തെ അരുമനാഥൻ മാനവും മഹത്വവും സ്തോത്രവും അണിയിക്കുന്നവനാണ്. ഒരു ഹല്ലേലൂയ പറയാം.
കർത്താവേ, ഈ രാത്രി എൻ്റെ ഭവനത്തിൽ നഷ്ടപ്പെട്ടു പോയ വിധികളെ തിരുത്തി മാനവും മഹത്വവും സ്തോത്രവും അണിയിക്കുന്ന ഒരു അരുമനാഥൻ ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മടക്കയാത്രകൾ അടച്ചു കളഞ്ഞ എല്ലാ വാതിലുകളെയും തുറക്കും. എവിടെയൊക്കെ വാതിലടഞ്ഞുപോയി? യാക്കോബ് 3 വാതിലുകൾ അടച്ചിട്ടാണ് അമ്മാച്ചൻ്റെ അരികിലേക്ക് പോയത്. ഏതൊക്കെയാ 3 വാതിലുകൾ? ദ ഡോർ ഓഫ് ടെസ്റ്റിമണി, സാക്ഷ്യത്തിൻ്റെ വാതിൽ അവൻ അടച്ചു കളഞ്ഞു. ദ ഡോർ ഓഫ് ട്രസ്റ്റ്, പരസ്പര വിശ്വാസത്തിൻ്റെ വാതിൽ അവൻ അടച്ചു കളഞ്ഞു. ദ ഡോർ ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ വാതിലുകൾ അവൻ അടച്ചു കളഞ്ഞു. ഞാൻ പറയുന്നത് ഒന്ന് ചേർന്ന് പറയുമ്പോൾ കാര്യം ഗ്രഹിക്കാൻ എളുപ്പമാണ്. എന്തോ ഞാൻ പറഞ്ഞത്? സാക്ഷ്യത്തിൻ്റെ വാതിലുകൾ അവൻ അടച്ചു കളഞ്ഞു. പരസ്പര വിശ്വാസത്തിൻ്റെ വാതിൽ അവൻ അടച്ചു കളഞ്ഞു. സത്യത്തിൻ്റെ വാതിൽ അടച്ചു കളഞ്ഞു. ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചേക്കണേ. ഇന്ന് എൻ്റെ ഭവനത്തിൽ ഏതൊക്കെ വാതിലുകളാണ് അടഞ്ഞു കിടക്കുന്നത്? ഞാൻ വിശ്വസിക്കട്ടെ, ഇവിടെ തലകുനിച്ചിട്ട് പോകുന്നവരുടെ അരികിൽ എല്ലാ അടഞ്ഞ വാതിലുകളെയും തുറക്കുവാൻ ഒരു സർവശക്തനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്നത് ധാരാളം വീടുകളുടെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു. ചേർത്ത് പറയാം, ഇതിൻ്റെ കൂടെ ഒരുപാട് വിശ്വസ്തതയുടെ വാതിലുകൾ, ഒരുപാട് വാതിലുകൾ അടഞ്ഞു കളയുകയാണ്. ഭവനത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇറങ്ങിപ്പോവുകയാണ്. ഈ രാത്രി നമുക്ക് തിരിച്ചു വരാം. അടഞ്ഞുപോയ വാതിലുകളെ തിരുത്തിയെടുക്കുന്ന ഒരു യാത്രയിൽ നാം ധ്യാനങ്ങളിലേക്ക്, 2-3 കൊച്ചു ധ്യാനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് യാക്കോബിത മടങ്ങി വരുന്നു. മടങ്ങി വരുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാം. ഒന്ന്, തിരിച്ചറിവുണ്ടാകും, തിരുത്തലുകളുണ്ടാകും, തീരുമാനങ്ങളുണ്ടാകും. അല്ലേ? എല്ലാ മടക്കയാത്രയിലും തിരിച്ചറിവുകളുണ്ട്, തിരുത്തലുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ഈ രാത്രി നമ്മുടെ ഭവനങ്ങളെ അപ്രകാരം ക്രമീകരിക്കുന്നതിന് സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇസഹാക്കിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ യാക്കോബിൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഏശാവിൻ്റെ ഭവനത്തിൽ, ആ കുടുംബത്തിൽ ദൈവം നടത്തിയ തിരുത്തലുകൾ എന്തൊക്കെയാണ്? 3-4 എല്ലാം കൊച്ചു വാക്കുകളിൽ പറയുമ്പോൾ ഗ്രഹിക്കാൻ പ്രയാസം. ഒന്ന്, റിട്ടേൺ ജേർണി ഇസ് എ കോൾ ടു റീറൈറ്റ് ദ നറേറ്റീവ്സ് ഓഫ് ദ ഫാമിലി. ഞാൻ പറഞ്ഞ ഇച്ചിരി കട്ടിയുള്ളൊരു വാക്കാണെന്ന് എനിക്കറിയാം. മലയാളത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. എന്താ ഞാൻ പറഞ്ഞത്? മൂത്തിയച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട്, ഇച്ചിരി കട്ടിയിലൊക്കെ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കും ഞാൻ തീരെ മോശമാണെന്ന്. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ? റിട്ടേൺ ജേർണി ഈസ് എ കോൾ ടു റീറൈറ്റ് അവർ നറേറ്റീവ്സ്. എന്താ? ഒരു ഭവനത്തിൻ്റെ ഉള്ളിലെ കഥകളെ, ആഖ്യാനങ്ങളെ തിരുത്തി എഴുതുന്നതാണ് മടക്കയാത്ര. എന്തുവാ? ഭവനത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളെ തിരുത്തി എഴുതുകയാണ് അനുരഞ്ജനം. എന്തുവാ ഭവനത്തിൻ്റെ ഉള്ളിലെ കഥകളെന്ന് പറഞ്ഞാൽ? യാക്കോബിൻ്റെ വീട് ശരിക്ക് പരിശോധിച്ച് നോക്കിയാൽ ഇറ്റ് നറേറ്റ്സ് 3 സ്റ്റോറീസ്. 3 കഥകളാണ് യാക്കോബിൻ്റെ വീട്ടിൽ പ്രബലപ്പെട്ടിരുന്നത്. നമ്മുടെ വീട്ടിലും ഇതിലേതെങ്കിലും ഒരു കഥ കാണും. ഒരു കൊച്ചു വാക്ക് ഞാൻ ശബ്ദം താഴ്ത്തി പറയാം. കഥ മാറിപ്പോയാൽ കഥ കഴിഞ്ഞു പോവും. എന്തുവാ? കഥ കഴിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് കഥ കഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ കഥകളെ ശരിയായി തിരുത്തി എഴുതണം. ഒന്നാമത്തെ കഥ, ദ അസെൻഡിങ് നറേറ്റീവ്. എന്തുവാ? സിമ്പിളാ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തുവാ?
ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത് ദൂരെ ഇരിക്കുന്നവരോട് കേൾക്കുന്നുകൊണ്ടാണ്. ഇംഗ്ലണ്ടിലിരിക്കുന്ന ആൾ കേൾക്കുന്നുണ്ട്. ഇന്നലെ കൺവെൻഷൻ നോക്കിയപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്നൂരൊക്കെ എന്തുവാ ഇച്ചിരി ഇംഗ്ലീഷ് അറിയാവുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. ഫ്രം റാക്സ് ടു റിച്ചസ്. എന്താ റാക്സ് ടു റിച്ചസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ പറയുന്നതാണ്, ഒന്നുമില്ലായ്മകളിൽ നിന്ന് ഉണ്മയിലേക്ക് ദൈവം നടത്തി. അസെൻഡിങ് നറേറ്റീവ്. എന്തുവാ? ഒന്നുമില്ലായ്മകളിൽ നിന്ന് ഉണ്മയിലേക്ക് ദൈവം നടത്തി. യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അക്കരയ്ക്ക് പോയപ്പോൾ സ്വന്തമായി വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലേ? എന്തുവാ? ഒരു വടിയോടുകൂടെ അക്കരയ്ക്ക് പോയി. ഒന്നുമില്ലായ്മയിലാണ് യാത്ര. ഒരു ബലമേ പുള്ളിക്കുണ്ടായിരുന്നുള്ളൂ. അപഹരിച്ചതിൻ്റെ ബലം. ആരുടെ നിന്ന്? ചേട്ടൻ്റെ. അതൊന്നും അധികം നാൾ നിൽക്കില്ല. ഞാനൊരു പുതിയ ബലത്തെക്കുറിച്ച് പറയാം ഇവിടെ. ബേഥേൽ നൽകിയ ബലമാണ് യാക്കോബിൻ്റെ ബലം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ബേഥേലുകൾ നൽകുന്ന ബലമാണ് ഒരു ദൈവ പൈതലിൻ്റെ ബലം. ആ ബലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ബലത്തിൻ്റെ പ്രത്യേകത, ഗോഡ് വാസ് ദേർ ടു ഇൻസ്ട്രക്ട് മീ, ടു കംഫർട്ട് മീ, ടു പ്രൊട്ടക്ട് മീ. ദൈവം അവിടെ ഉണ്ടായിരുന്നു. എന്തിനാ? എന്നെ ഉപദേശിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ. ആര് വന്നു? ബേഥേലിൽ ദൈവം വന്നു. ഇനി ഒരു സ്തോത്രം പറയാനൊരു വാക്ക് പറയാം. ബേഥേലിൽ വെളിപ്പെട്ട ചില കോവേണികളാണ് എന്നെയും നിന്നെയും ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സമയത്ത് ഇറങ്ങി വന്ന ചില കോവേണികളാണ് എന്നെയും നിന്നെയും ശക്തീകരിച്ചതെന്ന് മറന്നു പോകരുത്. ചില കോവേണികൾ ഇറങ്ങി വന്നത് കൊണ്ട് മാത്രം ആയിരിക്കുന്നവരാ ഞാനും നിങ്ങളും. നന്ദി പറയാം ഒരു വാക്കിൽ. കർത്താവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ ഇറക്കിക്കൊണ്ടുവന്ന ചില കോവേണികൾ കൊണ്ട് മാത്രം ഞാൻ ധന്യനായി തീർന്നു. ഒരുപാട് കഥ പറയാൻ സമയമില്ല. തിരിഞ്ഞു നോക്കുക. ഒരു 50 വർഷം മുമ്പേ നമ്മൾ ഈ ദേശത്ത് പാർക്കുമ്പോൾ ഞാൻ സാധാരണ പറയും, നമ്മളൊക്കെ താഴോട്ട് നോക്കി ജീവിച്ചവരായിരുന്നു. ഇങ്ങോട്ട് നോക്കിയാ താഴോട്ട്. പിടികിട്ടിയില്ല. സേവ്യാസംഘക്കാരൊക്കെ ഉന്നം വെച്ച് പറയുന്നുണ്ട്. വളരെ ചെറിയ കാര്യങ്ങളാണ്. അരകല്ല് താഴെ, ആട്ടുകല്ല് താഴെ, അടുപ്പ് താഴെ, ബാക്കി പറഞ്ഞോ, കിണറ് താഴെ, ഡൈനിങ് ടേബിള്, കരവാള് പറയുന്ന കൊരണ്ടിന്നാ. ഇവിടോ നാട്ടുകാരൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാലും പറയാം, കുരണ്ടി താഴെ. 7 മക്കളുള്ളൊരമ്മ ഒരു ദിവസം 350 പ്രാവശ്യം കുനിയുകയും നൂരുകയും ചെയ്യും. കാരണം എന്തിനാ? കുഞ്ഞോള് മുതൽ കൊച്ചുമോള് വരെ നീണ്ട നിരയാ. എല്ലാവർക്കും വിളമ്പി കൊടുക്കണ്ടേ? താഴോട്ട് നോക്കി നിന്ന ഒരമ്മ. ആ അമ്മയ്ക്ക് 85 വയസ്സായാലും നടുവേദനയില്ല. പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന സേവ്യാസംഘക്കാർക്ക് 32 ആയപ്പോഴേ എന്തോ ഞാൻ പറഞ്ഞത് വേണ്ട, തിരിച്ചു വരാം. എന്താ? താഴോട്ട് നോക്കി ജീവിച്ച ഒരു സമൂഹമായിരുന്നു നമ്മൾ. ഞാൻ വിരൽ ചൂണ്ടി പറയട്ടെ, താഴോട്ട് നോക്കിയവരെയെല്ലാം നേരെ നിൽക്കുവാൻ എൻ്റെ അരുമനാഥൻ സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്നതല്ല, നിന്നെ അവൻ നിർത്തിയതാണ്. ഹല്ലേലൂയ. താഴോട്ട് നോക്കിയവരെ നേരെ നിർത്തിയ ഒരു സർവശക്തൻ ഉണ്ട്. ഇന്ന് യാക്കോബ് പറഞ്ഞ ഭാഷ നമ്മുടെ കയ്യിലുണ്ട്. എന്താ? തിരികെ വരുമ്പോൾ ആരൊക്കെയാ? 2 ഭാര്യമാർ, ആടുമാടുകൾ, കന്നുകാലികൾ, മക്കൾ എല്ലാം കൂടെ കൊണ്ടാ വരുന്നേ. ഇന്ന് മാർത്തോമാക്കാരൻ്റെ വീട്ടിൽ പുതിയ 2 വാക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്തോന്നറിയോ? പ്രൈഡ് ആൻഡ് അറഗൻസ്. അഹന്തയും ധാർഷ്ട്യവും. എന്തോ? അഹന്തയും
ഞങ്ങളുടെ കരവാളവക്കാരെ കുറിച്ച് പറയാം. കരവാളവക്കാർക്കൊക്കെ ഏതാണ്ടൊക്കെ ആയി എന്നൊരു കേട്ടില്ല. പുനലൂർ അത്ര ഇല്ലെന്ന് തോന്നല്ലേ? ഇല്ല, കാര്യമില്ല. തോന്നുക ഏതാണ്ടൊക്കെ ആയി എന്ന്. അങ്ങനെ തോന്നിയാൽ ഒരു വലിയ അപകടമുണ്ട്. എന്താണ് അപകടം? അങ്ങനെ തോന്നുന്നിടത്ത്, ഞാൻ ഇനി പറയുന്നത് മറക്കരുത്, സെന്റ് തോമസ് ഇടവകയിലും ഈ പ്രദേശത്തെ ഇടവകയുടെ ചരിത്രങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞില്ലേ? നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, കൈമലർത്തി വാങ്ങിയതാണില്ല. കൈമലർത്തി വാങ്ങിയവരാ. ഇന്ന് നമ്മളെങ്ങനെ നിൽക്കുന്നു? കൈകൂപ്പി നിൽക്കുന്നു, അല്ലേ? കൈമലർത്തിയവരെ. പക്ഷേ ഇന്ന് സംഭവിച്ചെന്നറിയാമോ? നാലയത്തിനുള്ളിൽ കൈമലർത്തുവാൻ ആളുകളില്ല. അഹന്തയും ധാർഷ്ട്യവും ഉള്ളിൽ പ്രവേശിച്ചാൽ ഇനി പറയുന്ന വാക്കാലയത്തിൽ സംഭവിക്കും. ആരാധന തീർന്നു പോകും, അനുഷ്ഠാനം തുടർന്നു പോകും. മാർത്തോമാക്കാരെ, ഒരുങ്ങി വന്നിരിക്കുന്നവരെ, ഈസ്റ്റിലും വെസ്റ്റിലും ഉള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ എത്ര ആലയങ്ങളിൽ ഇപ്പോൾ ആരാധന നടക്കുന്നുണ്ട്? എത്ര ആലയങ്ങളിൽ അനുഷ്ഠാനങ്ങൾ തുടരുന്നു? ഒരു വാക്ക് കർത്താവിനോട് പറഞ്ഞേക്കണോ? ഈ ആരാധനയിൽ നിന്റെ ഉള്ളിൽ അഹന്തയും ധാർഷ്ട്യവും പ്രവേശിച്ചാൽ ആരാധന തീർന്നു പോകും, അനുഷ്ഠാനം തുടർന്നു പോകും. സമയപരിമിതിയുണ്ട്, നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകാം. 2, ദ ഡിസെൻഡിങ് നറേറ്റീവ്സ്. എന്താ ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ? ഫ്രം റിച്ചസ് ടു റാഗ്സ്. യാക്കോബ് പറയുക, എനിക്കിപ്പോൾ ഒരുപാട് ഉണ്ട്, പക്ഷേ ഉണ്ടാക്കിയത് കൊണ്ട് വലിയ പ്രയോജനം ഇല്ല. ഇന്ന് മാർത്തോമാക്കാരന് യാക്കോബിന് സംഭവിച്ച ചില പ്രതിസന്ധികൾ സംഭവിക്കുന്നുണ്ട്. ഉണ്ടാക്കിയതെല്ലാം കൂടെ കൊണ്ട് യാബോക്കിൻ്റെ തീരത്ത് വന്നു, ഏശാവിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. എന്നിട്ടെന്തോ പറഞ്ഞു? ഇത് നിനക്ക് ഇരിക്കട്ടെ, ഞാൻ പോയതിൻ്റെ 20 വർഷത്തെ പാരമ്പര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഉള്ളിൽ 2 വാക്കുകൾ മാറിപ്പോയില്ല: ആങ്കർ ആൻഡ് റിജക്ഷൻ. നോക്കിക്കേ, സമ്പത്ത് മുന്നിൽ കാണിക്കുന്നുണ്ട്, ഉള്ളിലോ അടക്കാനാകാത്ത ദേഷ്യവും തിരസ്കരണവുമാണ്. ഞാനൊരു വാക്ക് അടിവരയിട്ട്, എൻ്റെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം എൻ്റെ സഹോദരങ്ങളായതുകൊണ്ട് എനിക്ക് പറയാൻ അവകാശമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. മാർത്തോമാക്കാരെ, ഒരു കാലത്ത് നന്നായി അനുഗ്രഹിക്കപ്പെട്ട വീടുകൾ ഇന്ന് ഒരു ഡിസെൻഡിങ് നറേറ്റീവിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ലഭിച്ചതൊക്കെ തെറ്റായി ഉപയോഗിക്കുകയാണ്. എന്താ കാര്യം എന്നറിയോ? കയ്യിലിരിപ്പുകൾ ശരിയല്ല. കയ്യിലിരിപ്പുകൾ. ഞാൻ ഉറക്കെ ഒരു വാക്ക് പറയും. മാർത്തോമാക്കാരനെ കർത്താവ് ന്യായം വിധിക്കുന്നത് 2 വാക്കിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വേസ്റ്റഡ് ഗിഫ്റ്റ്സ്, വേസ്റ്റഡ് ബ്ലെസ്സിങ്സ്. മറക്കല്ലേ, നീയും നിന്റെ കുടുംബവും നഷ്ടപ്പെടുത്തി കളയുന്ന ധാരാളം നന്മകൾ. കൺവെൻഷനൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഈ രാത്രി ഈസ്റ്റിലും വെസ്റ്റിലും ആയിരക്കണക്കിന് കുടുംബങ്ങൾ മദ്യക്കുപ്പികൾ രാത്രിയിൽ അന്വേഷിക്കുന്ന രാത്രിയായത്. പ്രാപിച്ചതൊക്കെ എന്തിയേ? കണക്ക് പറയേണ്ടതല്ലേ? ഒരുപാട് വീടുകൾ പടിയിറങ്ങുകയാണ്. എന്ത് കാരണം? ജീവിതശൈലി വ്യത്യാസപ്പെട്ടു പോയി, കയ്യിലിരിപ്പുകൾ ക്രമീകരിക്കപ്പെടാതെ പോയി. ഒരു വാക്കൂടെ ഞാൻ ഇവിടെ പറയാം. ഇവിടെ ഒരു വാക്ക് ആവർത്തിച്ചു വരുന്നു: ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആലയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന എത്ര മാർത്തോമാക്കാർ
ഈ സെന്ററിലുണ്ട്. ആലയങ്ങളുടെ ബെഞ്ചുകൾ ഇന്ന് ശൂന്യമല്ലേ? എന്താ കാര്യം? ആരാധന തീർന്നുപോയ ഒരു സമൂഹം ഇവിടെ പാർക്കുന്നുണ്ടെന്ന്. കർത്താവിനോടൊരു വാക്ക് പറയണേ. കർത്താവേ, എൻ്റെ വീട് പടിയിറങ്ങിപ്പോകുന്ന വീടുകളായി തീർന്നു പോകരുതേ. ലഭിച്ചതും അധ്വാനിച്ചതും നേടിയതുമൊക്കെ കൊണ്ട് ഞാൻ പടിയിറങ്ങുന്ന വീടുകളായി തീർന്നു പോകരുതേ. സമയപരിമിതി കൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. 3, യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കഥ, ദ ഓസിലേറ്റിംഗ് നറേറ്റീവ് എന്ന് പറയും. ഓസിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഭിത്തിയിലിരിക്കുന്ന ഫാൻ കറങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്താ? കൃത്യം അങ്ങോട്ടും കൃത്യം ഇങ്ങോട്ടും. എന്തുവാ ആ കഥയുടെ പേര്? യാക്കോബ് യാബോക്കിൽ പഠിച്ച കഥയുടെ പേരാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്ത്? ഓസിലേറ്റിംഗ് നറേറ്റീവ്. എന്തോ വാക്കിൻ്റെ അർത്ഥം? ആ വീട്ടിൽ പറയുന്ന സംസാരം ഇതായിരിക്കും. എന്തോ പറയും? പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളതാ, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. ജീവിതം മക്കളെ ഉയർച്ച താഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നലെ നമുക്കില്ലായിരുന്നു, ഇന്ന് നമുക്കുണ്ട്, നാളെ ഇത് പോവും, മറ്റന്നാൾ നമുക്ക് വീണ്ടും ലഭിക്കും. ഇതിൻ്റെ പേരാ ഗ്രേസ് ആൻഡ് പ്രൈസ്. ഒരു ക്രിസ്തീയ ഭവനം 2 വാക്കിൽ നിലനിൽക്കണം. എന്തുവാ? ഗ്രേസ് ആൻഡ് പ്രൈസ്. ഈ രാത്രി ഞാനൊരു വാക്ക് അടിവരയിട്ട് പറയട്ടെ. ഈ രാത്രി ദൈവത്തിൻ്റെ ജനമേ, 3ാമത്തെ കഥയിലാണ് ഞാനും നീയും ഇന്ന് ജീവിക്കുന്നത്. എന്താ? ജീവിതം 2 വാക്കുകൊണ്ടേ പറയാനുള്ളൂ. എന്താ? ഗ്രേസ് ആൻഡ് പ്രൈസ്. കർത്താവേ, കൃപയുടെയും സ്തുതിയുടെയും ശബ്ദമാണ് എൻ്റെ ജീവിതം. ഒരു നന്ദി പറയ് രാത്രി കർത്താവിനോട്. എൻ്റെ വീട് കൃപയുടെയും സ്തുതിയുടെയും ഭവനമാകുകയാണ്. യാബോക്കിൽ യാക്കോബിന് ദൈവം നൽകിയ അടയാളം അതാണ്. നോക്കിക്കേ, അദ്ദേഹം പറയുക, ഒരു രാത്രി മുഴുവൻ മല്ല് പിടിച്ച് എന്തിനാണെന്നറിയാമോ? ഐ നീഡ് യുവർ ബ്ലെസ്സിങ്സ്. ഞാനൊരു കൊച്ചു ചോദ്യം ചോദിക്കട്ടെ. ഇനി എന്ത് അനുഗ്രഹമാണ് യാക്കോബിന് കിട്ടാനുള്ളത്? വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെ എന്ത് അനുഗ്രഹമാണ് അവൻ അന്വേഷിച്ചത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്തുവാ എൻ്റെ അർത്ഥം? ഞാൻ 3 വാക്ക് എഴുതി വെച്ചേക്കുന്നൊന്ന് വായിക്കുക. അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാത്തതും അവൻ്റെ കരം സ്പർശിക്കാത്തതും അവൻ്റെ കയ്യിൽ കൊടുക്കാത്തതും അനുഗ്രഹിക്കപ്പെട്ടതല്ല. ഒന്നുകൂടെ പറയട്ടെ. അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാത്തതും അവൻ്റെ കരം സ്പർശിക്കാത്തതും അവൻ്റെ കയ്യിൽ കൊടുക്കാത്തതും അനുഗ്രഹിക്കപ്പെട്ടതല്ല. ഇനിയൊരു സ്തോത്രം എല്ലാവരും ചേർന്ന് പറയണം. കൈമിടുക്കുകളുടെ കഥകളെ കൂപ്പുകൈകളുടെ കഥകളാക്കി മാറ്റുന്നതാണ് മടക്കയാത്രകൾ. ഹല്ലേലൂയ. ഈ നല്ല ദിവസം കർത്താവ് നമ്മോട് ആഗ്രഹിക്കുന്നത് ഇത് മാത്രമാണ്. എന്താണെന്നറിയോ? ഇങ്ങനെ നിന്നിട്ട് മടങ്ങിപ്പോകണം. ഹല്ലേലൂയ. കൈമിടുക്കുകളുടെ കഥകളെ കൂപ്പുകൈകളുടെ കഥകളാക്കി മാറ്റുന്നതാണ് ആത്മീയ ജീവിതം. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നമുക്ക് ഉച്ചത്തിൽ പറയേണ്ടതുണ്ട്, എൻ്റെ വീടിനെ നീ വീണ്ടും അനുഗ്രഹിക്കണം. ഞാനൊന്ന് തിരുത്തി പറയാൻ പോവാം. പണ്ട് നമ്മൾ പ്രാർത്ഥിച്ചത് എന്തായിരുന്നറിയോ? കർത്താവേ, എൻ്റെ ഇല്ലായ്മകളെ നീ അനുഗ്രഹിക്കണമെന്നാ. എന്തോ? ഇന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന വാചകം ഞാൻ പറയാം. എൻ്റെ അനുഗ്രഹങ്ങളുടെ മേൽ നീ ഒരു അനുഗ്രഹമായിരിക്കണമേ എന്ന്. ഹല്ലേലൂയ. പറഞ്ഞത് കേട്ടോരോ? ശരിക്കും കേട്ടോ? ഒരു നല്ല സ്തോത്രം ഉച്ചത്തിൽ പറഞ്ഞാണേ. ഹല്ലേലൂയ. നീ എൻ്റെ അനുഗ്രഹങ്ങളുടെ മേൽ ഒരു അനുഗ്രഹമായിരിക്കണമേ. അതാണ് യാക്കോബ് പ്രാർത്ഥിച്ചത്. ഒരു രാത്രി മുഴുവൻ മല്ല് പിടിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ?
എൻ്റെ അനുഗ്രഹം ഇന്ന് പറയാനാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അനുഭവിക്കുന്നവരുടെ എണ്ണം ചുരുക്കമാണ്. 15 ലക്ഷത്തിന് കല്യാണം നടത്തുന്നു. 3.5 വർഷം കഴിയുമ്പോൾ അമ്മ വടിയും കുത്തി കോടതിയിലേക്കാണ്. CA-കാരി മകളെ കൊടുത്തു. അനുഗ്രഹങ്ങളുടെ നീണ്ട പട്ടികയാണ്. പക്ഷേ മാതാപിതാക്കളെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെ, ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, മാർത്തോമാക്കാരൻ ഈ നാടുകളിൽ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ അനുഗ്രഹങ്ങളുടെ മേൽ നീ ഒരു അനുഗ്രഹമായിരിക്കണമേ. എല്ലാവരും കൈ ഒന്ന് പൊക്കുകയെ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു സ്തോത്രം പറഞ്ഞേ. കർത്താവേ, എൻ്റെ അനുഗ്രഹങ്ങളുടെ മേൽ നീ ഒരു അനുഗ്രഹമായിരിക്കാൻ കൃപ ചെയ്യണമേ. ജാബോക്ക് ഈസ് എ ബ്ലെസ്സിങ് അഗെയിൻ. ഈ രാത്രി നമുക്ക് കർത്താവിനോടൊരു വാക്ക് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. നാം ധ്യാനിച്ചത് ഒറ്റ വാക്ക, റീറൈറ്റിംഗ് മൈ നറേറ്റീവ്സ്. ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഒന്നാമത്തെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അഹന്തയുടെയും ധാർഷ്ട്യത്തിൻ്റെയും കഥ. ആരാധനയില്ല, അനുഷ്ഠാനമുണ്ട്. രണ്ടാമത്തെ കഥ പറയുന്നവരോടുണ്ടോ? പ്രാർത്ഥന വേണ്ട, ആരാധന നിന്നു, ഇനി പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. മൂന്നാമത്തെ കഥ പറയുന്നവർ, കർത്താവേ, എനിക്ക് മറ്റൊന്നും പറയാനില്ല, ജീവിതം കൃപയുടെയും സ്തുതിയുടേതുമാണ്, കൃപയുടെയും സ്തുതിയുടെയുമാണ് വീട്. ആ വീട്ടിൽ നമുക്കിങ്ങനെ പറയാം, എൻ്റെ അനുഗ്രഹങ്ങളുടെ മേൽ നീ ഒരു അനുഗ്രഹമായിരിക്കണമേ. സമയപരിമിതിയുണ്ട്, എന്നാലും 1 സെക്കൻഡ് ഞാൻ എടുക്കുകയാണ്. എല്ലാവരും നേരെ ഒന്നിരിക്കുക. 1 മിനിറ്റ് ഒന്ന് കണ്ണടയ്ക്കുക. 1 മിനിറ്റ്. ഒരു വാക്ക് കർത്താവിനോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ അവസാനം പറഞ്ഞ പ്രാർത്ഥന. കർത്താവേ, എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിലെ കഥകൾ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആഖ്യാനങ്ങളൊന്നെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നീ എന്നെ തിരുത്തി എഴുന്നൊരു സർവശക്തനായിട്ട് കൂടെയുണ്ട്. തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊരു നന്ദി പറയണം. ഈ രാത്രി അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണേ. എൻ്റെ അനുഗ്രഹങ്ങളുടെ മേൽ നീ ഒരു അനുഗ്രഹമായിരിക്കണേ കർത്താവേ. ഇല്ലായ്മകൾക്ക് നടുവിൽ പ്രാർത്ഥിച്ച ജീവിതങ്ങളെ അനുഗ്രഹിച്ചൊരു ദൈവം കൂടെയുണ്ട് ഈ രാത്രി. ഈ രാത്രി ഞങ്ങൾ ഉച്ചത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ മേൽ നീ ഞങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. തന്നിരിക്കുന്ന ദാനങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ കിടക്കകളെ അനുഗ്രഹിക്കണേ കർത്താവേ. തന്നതിൻ്റെ മേൽ നിൻ്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് ഈ രാത്രി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം ദൈവസന്നിധിയിലേക്ക്. ഒരു സ്തോത്രത്തോടെ നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. രണ്ടാമത്തെ ദൂതിലേക്ക് നമുക്ക് പോകാം. റിക്കൺസിലിയേഷൻ ഈസ് റീറൈറ്റിംഗ് ദ വേസ്. അനുരഞ്ജനമെന്നാൽ മടങ്ങി വരുന്നവർ തിരുത്തി എഴുതേണ്ട വഴികളാണ്. വഴികളെ തിരുത്തി എഴുതുന്നതാണ് അനുരഞ്ജനം. വഴികളെ തിരുത്തി എഴുതുന്ന യാത്രയാണ്. യാക്കോബ് 3 വഴികളെ വെട്ടി. എത്ര വഴികൾ? 3 വഴികൾ. ഒന്നാമത്തെ വഴി അപ്പൻ്റെ വീട്ടിൽ നിന്ന് അമ്മാച്ചൻ്റെ വീട്ടിൽ വരെയുള്ള ഒരു ഒരു മലയോര ഹൈവേ എന്ന് വേണേൽ പറയാം, അല്ലേ? വെട്ടി. അവിടെ യാക്കോബ് പറഞ്ഞൊരു വഴിയുണ്ട്. താൻ ഒറ്റയ്ക്ക് വെട്ടിയ വഴിയാണത്, അല്ലേ? താൻ മാത്രം വെട്ടിയ വഴിയാ. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് ആരെങ്കിലും വഴി വെട്ടുന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുമ്പോൾ 2 വാക്ക് അവിടെ ഉണ്ടാകും. ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ്. എന്തുവാ? ഫ്ലൈറ്റ്. ഒറ്റയ്ക്ക് ആരെങ്കിലും വഴി വെട്ടിയാൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ഫ്ലൈറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടിക്കൊണ്ട് ഭൂമിയിൽ നിൽക്കാൻ ഒക്കത്തില്ല. ഒറ്റയ്ക്ക് വഴി വെട്ടുന്നവർ കലഹിക്കുന്നവരായിരിക്കും.
അവർ പുറപ്പെട്ടു പോകേണ്ടി. അതുകൊണ്ടാണ് യാക്കോബിന് പോകേണ്ടി വന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. എന്താ ആ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റയ്ക്ക് വഴി വെട്ടുന്നവരുടെ യാത്രയുടെ പ്രത്യേകത എന്തുവാ? ദ ജേർണി ഓഫ് മിഡ് നൈറ്റ്സ്. എന്താ? അർദ്ധരാത്രികളുടെ യാത്രയാണ്, രഹസ്യങ്ങളുടെ യാത്രയാണ്. ആരും ആ യാത്രയിൽ കൂടെ ഇല്ല. ആ യാത്രയിൽ കല്ല് തലയണയാണ്. എന്തുവാ? കല്ല് തലയണ. ഇന്ന് വീടുകൾക്കുള്ളിൽ എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. മാത്രവുമല്ല, ഇതൊരു ഓൺലൈൻ സംപ്രേഷണമായതുകൊണ്ട് ഞാൻ ആരെയെങ്കിലും അറിയാതെ റെഫർ ചെയ്തു പോയാൽ അതെൻ്റെ മിനിസ്ട്രിയെ തന്നെ ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ട് ഞാൻ ആ കൗൺസിലിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറയുന്നതും ശരിയല്ല. എന്നാൽ നിങ്ങൾ പ്രൗഢമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരായതുകൊണ്ട് 2 വാക്കുകൾ ഞാൻ അടിവരയിടാം. ഒന്ന്, ഇന്ന് വീടുകൾക്കുള്ളിൽ തലയണകൾ കല്ലുകളായി മാറുന്നു. എന്തുവാ? എവിടുന്ന് വാങ്ങിച്ചതാ ഇത്? നല്ല തലയണ വാങ്ങിച്ചതാ. ഇപ്പൊ എന്തോ ആയി അത്? എങ്ങനെ ആയൊന്നത്? സോഡിയം ക്ലോറൈഡ് വീണ. സോഡിയം ക്ലോറൈഡ് ഇവിടുന്ന് വരുന്നേ? കണ്ണുനീര്. കുറേ നാൾ സോഡിയം ക്ലോറൈഡ് വീണ് കഴിയുമ്പോൾ എന്തോ ആവും? കല്ല് അല്ല, തലയണ കല്ല്. തെറ്റിപ്പോകുന്ന എവിടാന്നറിയാവോ? കരയേണ്ട ഇടങ്ങളിൽ കരയാത്തത് കൊണ്ടാണ്. എന്തോ ആന്ന്. സെൻറ് തോമസ് പള്ളിയിൽ പുറകിലിരിക്കുന്നയാൾ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പം ഇവിടെ അനുഷ്ഠിക്കുന്ന വൈദികൻ്റെ കയ്യിൽ ഒരുപാട് പണ്ടൊക്കെ കുർബാനയുടെ റെയിലിങ്സ് ഒന്നും അത്ര ശരിയല്ലാതിരിക്കുന്നതുകൊണ്ട് അലക്സാണ്ടർ അച്ഛനെ പോലുള്ള ആളുകളുടെ കയ്യിലൊക്കെ 100 കണക്കിന് ആളുകളുടെ കണ്ണുനീര് വീഴുമായിരുന്നു ഇവിടെ. പക്ഷേ നമ്മുടെ ഈ അച്ഛന്മാർക്കൊന്നും അങ്ങനെയുള്ളൊരു പദവി കിട്ടുന്നില്ല. കാരണം നല്ല റെയിലിങ്സും നല്ല നീളമുള്ള സ്പൂണും പിന്നെ സോസമ്മ നല്ല ഗെറ്റപ്പിലിരിക്കുന്നതുകൊണ്ടും ഒന്നും പറ്റുന്നില്ല. ഞങ്ങൾക്കൊക്കെ കിട്ടിയൊരു ഭാഗ്യമാണെന്ത്? ഇത് വീഴുമായിരുന്നു. ഇന്ന് അതിന് പകരം കണ്ണുനീര് എവിടായി പോയി? തലയണയ്ക്കകത്ത. യാക്കോബേ 2 ഒരു കാര്യം കൂടെ. ഒറ്റയ്ക്ക് വഴി വെട്ടുന്നവരുടെ എണ്ണം വല്ലാതെ കൂടുന്നു. എന്തുവാ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്ന് വീട്ടിൽ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മാർത്തോമക്കാരൻ്റെ വീട്ടിൽ വഴക്കുണ്ടാകുന്നത്. എന്തുവാ? പ്രാർത്ഥന കഴിക്കാൻ പാടാ, ഭക്ഷണം കഴിക്കാൻ പാടാ, കല്യാണം കഴിക്കാൻ പാടാ. എന്തുവാ? കേട്ടില്ല. പ്രാർത്ഥന കഴിക്കാൻ വാ, ഭക്ഷണം കഴിക്കാൻ വാ, ഒറ്റയ്ക്ക് വഴിവെട്ടുന്നവരുടെ എണ്ണം കൂടുന്നു ഈ സഭയിൽ. മാർത്തോമാക്കാരുടെ മക്കൾക്കൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള വല്ലാത്ത ഉറപ്പ് അപകടകരമാണ്. അവിവാഹിതരുടെ എണ്ണം കൂടുന്നു. ഒരുമിച്ച് താമസിക്കുന്നവർക്ക് പോലും 2-3 വർഷം കഴിയുമ്പോഴത്തേക്കും അച്ചായൻ വലിയ ബോറായി തോന്നുകയാണ്. ബോറിംഗ് ആണ്. പിന്നെ സിംഗിൾ പേരൻ്റ് ആണെന്ന് പറയുന്നതിനകത്തുള്ളൊരു ജാട മാർത്തോമക്കാരൻ്റെ ഇടയിൽ വളരുകയാണ്. ഞാനോ ഒറ്റയ്ക്ക് അവനെ വളർത്തുന്നേ. സൂസി പറയുക, സൂസി അപകടമാണിത്. ഒറ്റയ്ക്ക് വഴിവെട്ടുന്നവരും തലയിണ കല്ലാക്കുന്നവർക്കും ഈ രാത്രി യാക്കോബ് ഒരു പ്രമാണം നമ്മളോട് പറയുന്നുണ്ട്. 2ാമത്തെ പ്രമാണത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 2ാമത്തെ വഴി
It's a way of re-gifting and pleasing. It's a way of re-gifting and pleasing. Re-gifting എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്ന വാക്കാണ്. Re-gifting and pleasing. നമുക്കറിയാം, ഒന്നാമത്തെ വഴിയിൽ യാക്കോബ് വെട്ടിയിട്ട് വല്ല ഗുണം ഉണ്ടായോ? ഇല്ല. എന്താ ഗുണം ഉണ്ടാകാഞ്ഞേ? അവൻ്റെ സ്വഭാവം കുറച്ചുകൂടെ മോശമായതല്ലാതെ ആ വഴി ദൈവമക്കളെ, നിങ്ങൾ വെട്ടുന്ന വഴികൾ എവിടെയെങ്കിലും അവസാനിക്കുന്ന വഴികളാണെങ്കിൽ അത് ശരിയായ വഴിയല്ല. നിങ്ങൾ വെട്ടുന്ന വഴി നിത്യത വരെയും തുടരുന്ന വഴിയാണെങ്കിൽ അത് ശരിയായ വഴിയാണ്. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ പരിശോധിക്കട്ടെ. രണ്ടാമത്തെ വഴി, ഇറ്റ്സ് എ വേ ഓഫ് റീഗിഫ്റ്റിംഗ് ആൻഡ് പ്ലീസിങ്. യാക്കോബ് എവിടെ എത്തിയെന്നറിയാമോ? യാബോക്കിൻ്റെ തീരത്തെത്തി. അപ്പുറത്ത് ആര് നിപ്പുണ്ട്? ഏശാവ് നിപ്പുണ്ട്. കാണിച്ചു കൊടുത്തു. എന്തുവാ? നല്ല മേധസ്സുള്ള ആടിനെയും കന്നുകാലികളെയും മൃഗങ്ങളെയും എല്ലാം കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, എനിക്ക് വീട്ടിലേക്കുള്ള വഴി ഒന്ന് മാറി തരണം. എന്തുവാ? വീട്ടിലേക്കുള്ള വഴി. നടന്നില്ല. അവിടെ വഴിയല്ല ഉണ്ടായത്, 400 പേർ സൃഷ്ടിച്ച മതിലാണ് ഉണ്ടായത്. അല്ലേ? ഏശാവിൻ്റെ കൂടെ 400 പേർ നിലനിന്നു. ഞാനൊരു വാക്ക് അടിവരയിട്ടെ. വീട് അല്ലെങ്കിൽ വഴികൾ വിലയ്ക്കു വാങ്ങുവാൻ സാധ്യമല്ല. വിലയ്ക്കു വാങ്ങുന്നതല്ല വഴി, വിട്ടുകൊടുക്കുന്നതാണ് വഴി. ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഒരു വാക്ക് ഞാൻ അവിടെ പറയട്ടെ. ഇന്ന് വീടുകൾ മതിലുകളായിത്തീരുന്നത് എന്താണെന്നറിയാമോ? വീടുകൾക്കുള്ളിൽ ശരിയായ വഴികളില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കൊടുക്കാനും വാങ്ങാനും എല്ലാം ഇഷ്ടം പോലുണ്ട്, ഒരു വാക്കില്ല, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല. വഴിയുണ്ടാകുന്നത് വിട്ടുവീഴ്ചകളിലാണ്. ഇന്ന് റീഗിഫ്റ്റിംഗ് ഒരു പുതിയ വാക്കാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. റീഗിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കല്യാണം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. ജോളി പറയാ, ജോണിച്ചാനെ വേണ്ട, ജോസഫ് ആയാലും മതി. എന്തുവാ പറഞ്ഞേ? ജോണിച്ചാനെ വേണ്ട, ആരെ മതി? ജോസഫ് ആയാലും മതി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ജോണിയോട് ഒരു വീട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ജോസഫിനോട് എല്ലാ വീട്ടുവീഴ്ചയ്ക്കും തയ്യാറാ. ഇന്ന് വീട് പോകുന്ന വിധം നോക്കിക്കോണേ. എന്നാൽ എൻ്റെ പണി എന്തോന്നറിയാമോ? ഈ ജോളിയെ ജോൺസൻ്റെ കൂടെ വീണ്ടും ഒന്ന് പിടിപ്പിക്കാനുള്ള ശ്രമമാണ്. പണ്ടത്തെ പോലും നടക്കത്തില്ല. നല്ല കയ്യൊക്കെയുള്ള ആളുകളാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ വരുമ്പോഴേ പറയും, എന്തുവാ ആപ്പാടെ 10-62 കിലോ ഉള്ള എന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. കാര്യം ഒരുപാട് ഗുസ്തി പിടിച്ചിട്ടാണല്ലോ വരുന്നത്. ഞാൻ അടിവരയിടുകയാണ് അവിടെ. ജോണിയുടെ കൂടെ പാർത്തവൾ ജോസഫിന് റീഗിഫ്റ്റ് കൊടുക്കുന്ന കാലമായെന്ന് മാർത്തോമാ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നുണ്ട്. എന്തുവാ? റീഗിഫ്റ്റിംഗ് സ്റ്റോറി. ഞാൻ ആരെയും തെറ്റായി വ്യാഖ്യാനിക്കല്ല, സങ്കടം കൊണ്ട് പറയുന്നതാണ്. ദൈവമക്കളെ, ഒരു സ്തോത്രം പറഞ്ഞോണേ. ലൈഫ് ഈസ് എ ഗിഫ്റ്റ്. ഹല്ലേലൂയ. ജീവിതം ഒരു ദാനമാണ്. അത് വീണ്ടും വീണ്ടും തെറ്റായി കൊടുക്കാനുള്ളതല്ല. ഒരിക്കൽ കിട്ടിയത് ഒരിക്കലായി ദാനം കൊടുത്തു വാങ്ങിയതാണ്. തെറ്റായി അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഇന്ന് മാർത്തോമാക്കാരൻ്റെ സംസ്കാരമായി മാറിയിരിക്കുന്നു റീഗിഫ്റ്റിംഗ്. അല്ലേ? ഞാൻ നടത്തുന്ന കൗൺസിലിങ്ങുകളിൽ 20%-ലധികം 2-3 പ്രാവശ്യം കല്യാണം കഴിക്കാൻ താല്പര്യപ്പെടുകയാണ്. ചിലപ്പോഴൊക്കെ തകർച്ചകൾ ഉണ്ടാകാം. ഐ റെസ്പെക്ട് ദാറ്റ്. ബട്ട് ഇതൊരു ശൈലിയാക്കി മാറ്റരുത്. നിൻ്റെ വീടിൻ്റെ ഉള്ളിൽ വിട്ടുവീഴ്ചകൾ സംഭവിച്ചാൽ ഇനിയും വഴികൾക്ക് സാധ്യതയുണ്ട്. ഹല്ലേലൂയ. 3,
യാബോക്ക് വെട്ടിയ വഴി. യാബോക്ക്, യാക്കോബ് യാബോക്ക് നദിയുടെ തീരത്ത് വരുമ്പോൾ അവിടെ ഒരു പുതിയ വഴി തെളിയുകയാണ്. ഞാനിനി പറയുന്ന ശക്തമായ 3 ദൂതുകൾ സ്തോത്രത്തോടെ സ്വീകരിക്കണം. ദൈവ പൈതലെ, നിന്റെ വീട്ടിൽ വഴി തെളിയുന്നത് ഈ 3 വാക്കിലാണ്. ലീപ്പിംഗ് ടു ഗോഡ്, ലീനിങ് ടു ബ്രദർ, ലിംബിങ് ഇൻ ദ സെൽഫ്. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് തിരിച്ചു വരാം. ലീപ്പിംഗ് ടു ഗോഡ്, ലീനിങ് ടു ബ്രദർ ആൻഡ് ലിംബിങ് ഇൻ ദ സെൽഫ്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ചേർന്നൊന്ന് ധ്യാനിക്കാം നമുക്ക്. നിന്റെ ഭവനത്തിൽ ഏതെങ്കിലും വഴികൾ രാത്രി അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 വാക്കിൽ ആ വഴികൾ തുറക്കും. ഒന്ന്, ലീപ്പിംഗ് ടു ഗോഡ്. എന്താ? അവൻ്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊട്. ഹല്ലേലൂയ. ലീപ്പിംഗ് ടു ഗോഡ്. 2, ലീനിങ് ടു യുവർ ബ്രദർ. നിന്റെ സഹോദരന്റെ ചുമലിലേക്ക് നീ ഒന്ന് ചാഞ്ഞുകൂട്. 3, ലിംബിങ് ഇൻ ദ സെൽഫ്. എന്താ? നിന്റെ കാലിൻ്റെ തുടയിൽ ഉളുക്കിയത് നിന്നെ അല്പം കൂടെ കുനിച്ചിട്ടുണ്ട്. അല്പം കൂടെ കുനിഞ്ഞാൽ നിന്റെ ഉള്ളിലേക്ക് നോക്കി നിന്നെ കാണാൻ കഴിയും. ദൈവവേദലെ, വഴി തെളിയുന്നത് എപ്പോഴാണെന്നറിയാമോ? 3 വാക്കില. ഈ രാത്രി ദൈവശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും നിന്റെ വഴികൾ തടസ്സപ്പെട്ടിരിക്കുന്നെങ്കിൽ 3 മാർഗങ്ങളേ ഉള്ളൂ. 1, ഉന്നതൻ്റെ കരങ്ങളിലേക്ക് നിന്റെ തല ചായ്ക്ക്. സഹോദരൻ്റെ തോളിലേക്ക് നിന്റെ തല ചായ്ക്ക്. നിന്റെ കുറവുകളെ ഉള്ളിലേക്ക് നോക്കി ഒന്ന് കണ്ടെത്ത്. അരുമനാഥൻ നിനക്ക് വഴി തരും. യാക്കോബേ, നിന്റെ വഴികളെ സ്വർഗം തെളിയിക്കും, നിന്റെ സഹോദരൻ തെളിയിക്കും, നിനക്ക് തന്നെ ഉള്ളിൽ കണ്ടെത്തുവാനായി കഴിയും. ഒരു വാക്ക്, നിന്റെ വഴി സഹോദരൻ്റെ മുഖത്താണ് തെളിയുന്നത്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിലേക്കുള്ള വഴി താഴെയല്ല, നിന്റെ സഹോദരൻ്റെ മുഖത്ത് തെളിയും. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞേ, നിന്നെ കണ്ടപ്പോൾ എനിക്ക് ദൈവദൂതനെ പോലെ തോന്നിയല്ലോ. ഈ അടുത്ത സമയത്ത് വല്ലതും അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അച്ചായനെ കണ്ടപ്പോൾ സൂസമാമയ്ക്ക് എന്തോ തോന്നി? എന്തോ? ഇന്ന് വൈകിട്ട് അത്താഴം കഴിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അത് ഇപ്പം സംസാരിക്കാൻ വഴിയില്ല. പക്ഷേ നിൻ്റെ ഭവനത്തിൻ്റെ വഴികളെല്ലാം പാർക്കുന്നവരുടെ മുഖത്തുണ്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുക. ഈ രാത്രി കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവെ, ഞാൻ അന്വേഷിക്കുന്ന വഴി ഏത്? 3 വഴികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. 1, അമ്മാച്ചൻ്റെ വീട്ടിലേക്കുള്ള വഴി. അത് പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോയ വഴിയാണ്. 2, റീഗിഫ്റ്റിംഗ്. ദാനം കൊടുത്തതിന് പകരം ഒരു ദാനം കൊടുത്ത വഴി വാങ്ങാൻ പറ്റിയില്ല. 3ാമത്തെ വഴിയാണ് എന്താ? ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു, സഹോദരൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. ലിംബിങ് ഇൻ ദ സെൽഫ്. ഉള്ളിലെ മുറിവുകളെ കണ്ടപ്പോൾ നിന്റെ വഴി. ഈ രാത്രി വഴിയടച്ചവരോ വാതിലടച്ചവരോ ഭവനത്തിനുള്ളിൽ വഴി തകർന്നവരോ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ 1 മിനിറ്റ് കണ്ണടയ്ക്കാം നമുക്ക്. 1 മിനിറ്റ്. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. ദൈവമക്കളെ, വഴികളടച്ചവരും വാതിലടച്ചവരോടും കർത്താവ് പറയുന്നു, നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുകയാണ്. ഇനി ബന്ധനത്തിലും തകർച്ചയിലും മാറി നിൽക്കുവാനും വകയില്ല. കർത്താവെ, നീ ഞങ്ങൾക്ക് പുതിയ വഴികളെ തുറക്കണമേ. ഈ രാത്രി ഏതെങ്കിലും ബന്ധങ്ങളിൽ വഴികളടഞ്ഞു പോയൊരു രാത്രി ഇരിക്കുന്നുണ്ടെങ്കിൽ ഉയരത്തിലേക്ക് നോക്കിയാൽ അവൻ നിനക്ക് വഴി തരും. ഹല്ലേലൂയ. നിൻ്റെ സഹോദരൻ്റെ മുഖത്തേക്ക് നീ സൂക്ഷിച്ചു നോക്കിയാൽ നിനക്കൊരു വഴി തരും കർത്താവ്. നിൻ്റെ ഉള്ളിലെ കുറവുകളിലേക്ക് നോക്കിയാൽ അരുമനാഥൻ നിനക്കൊരു വഴി തരും. കർത്താവെ,
ഞങ്ങൾക്ക് ആർക്ക് ഭൂമിയിൽ പ്രശംസ പറയാനില്ലല്ലോ. കണ്ടും കാണാതെയും കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ വഴികളെ പുനർക്രമീകരിക്കുവാൻ അനുരഞ്ജനത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സ്തോത്രം പറഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. മൂന്നാമത് ഒരു ദൂത് കൂടെ. റെക്കൺസിലിയേഷൻ ഈസ് ചേഞ്ചസ് ആൻഡ് എക്സ്ചേഞ്ചസ്. അനുരഞ്ജനം മാറ്റങ്ങളും ചില കൈമാറ്റങ്ങളുമാണ്, അല്ലെങ്കിൽ ചില മാറ്റിവാങ്ങലുകളുമാണ്. അനുരഞ്ജനം ചില മാറ്റങ്ങളും ചില മാറ്റിവാങ്ങൽ ചില കൈമാറ്റങ്ങളുമാണ്. സമയ പരിമിതിക്കുള്ളിൽ ഞാൻ ഈ ധ്യാനം പൂർത്തീകരിക്കും. 5 മിനിറ്റ് സമയം കൂടെ നമുക്ക് മുൻപിലുണ്ടല്ലോ. നമുക്ക് തിരിച്ചു വരാം. യാബോക്കിൽ വലിയൊരു അത്ഭുതം നടക്കുന്നുണ്ട്. എന്താണ് അത്ഭുതം? യാബോക്ക് വരെ യാക്കോബ് ആരാണെന്നറിയാം? വേദപുസ്തകം പറയുന്നു, എ സ്റ്റോറി ടെല്ലർ. കഥ പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാ. എന്തോ കഥ? അന്തസ്സില്ലാത്ത കുറേ കഥകൾ. എന്തോ അന്തസ്സില്ലാത്ത കുറേ കഥകൾ. അതെല്ലാം വിശദീകരിക്കുന്നില്ല ഇപ്പോൾ. അന്തസ്സില്ലാത്ത കഥ. പക്ഷേ യാക്കോബിനൊരു പുതിയ പേര് നൽകി. എന്താ? ഇസ്രായേൽ. ഇനി പറയുന്ന വാക്ക് ചേർത്ത് വയ്ക്കണം. ഇതുവരെ പറഞ്ഞത് മൈ സ്റ്റോറി. ഇനി പറയാൻ പോകുന്നത് ഹിസ്റ്റോറി, ദാറ്റ് ഈസ് ഹിസ്റ്ററി. ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്നത് എൻ്റെ കഥകളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അവൻ്റെ കഥകളാണ്. ഇസ്രായേൽ മീൻസ് ഹിസ്റ്റോറി. അവൻ്റെ കഥ പറയുന്നവനാണ് വീട്, അവൻ്റെ കഥ പറയുന്നവരാണ് കുടുംബം. റെക്കൺസിലിയേഷൻ ഈസ് ട്രാൻസ്ഫോമിങ് മൈ സ്റ്റോറീസ് ഇൻടു ഹിസ് സ്റ്റോറീസ്. അനുരഞ്ജനം എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ കഥകളെ അവൻ്റെ കഥകളാക്കി മാറ്റുന്നതാണ് അനുരഞ്ജനം. ഒരു നന്ദി പറ കർത്താവിനോട്. കർത്താവേ, എൻ്റെ കഥകളെ അവൻ്റെ കഥകളാക്കി മാറ്റുമ്പോൾ ഞാനൊരു ദൈവവേദലായി തീരുവാൻ ദൈവം അനുവദിക്കുന്നു. പിന്നെ നമ്മളതിൻ്റെ താഴേക്ക് വരികയാണ്. ഞാനീ പറയുന്ന കൊച്ചു വാക്കുകൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളണം എന്നാണ്. യാബോക്കിൽ ഇനി നീ പറയാൻ പോകുന്ന കഥ എന്താ? അവൻ ഇടപെട്ടതും അവൻ പോരാടിയതും അവൻ തകർത്തതും അവൻ അനുഗ്രഹിച്ചതും മറന്നു പോകരുത്. ഒരു സ്തോത്രം പറയാനുള്ള വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. യാബോക്കിൽ ദൈവം നിന്നോട് ഇടപെട്ടതും അവൻ നിനക്ക് വേണ്ടി പോരാടിയതും അവൻ നിന്നെ തകർത്തതും അവൻ നിന്നെ അനുഗ്രഹിച്ചതും നീ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ പൈതലെ, ഈ രാത്രി നമുക്ക് 4 വാക്കുകളെ പറയാനുള്ളൂ. എന്തുവാ? എൻ്റെ യാബോക്കിൽ അവൻ ഇടപെട്ട ദൈവമാ. ഹല്ലേലൂയ. നന്ദി പറയാനില്ലയോ നിങ്ങൾക്ക്? അവൻ ഇടപെട്ടതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? അവൻ എനിക്ക് വേണ്ടി പോരാടിയത് നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അവൻ നിന്നെ തകർത്തത് നീ മറന്നു പോകരുത്. ഒരു വാക്കോടുണ്ട്, അവൻ നിന്നെ അനുഗ്രഹിച്ചതും മറന്നു പോകരുത്. ഇനി പറയാനുള്ളത് 4 വാക്കേ ഉള്ളൂ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ. എന്തുവാ? അവൻ ഇടപെട്ടതും അവൻ എനിക്ക് വേണ്ടി പോരാടിയതും അവൻ എന്നെ തകർത്തതും അവൻ എന്നെ അനുഗ്രഹിച്ചതും അല്ലാതെ എനിക്കൊന്ന് പറയുവാനില്ല. നോട്ട് മൈ സ്റ്റോറി, ഇറ്റ് ഈസ് ഹിസ്റ്ററി. എനിക്ക് പറയാനുള്ളത് അവൻ്റെ കഥകളാണ്. നമുക്കതിൻ്റെ ധ്യാനത്തിലേക്ക് മടങ്ങി വരാം. ദിസ് റെക്കൺസിലിയേഷൻ വിൽ ബിൽഡ് എ ന്യൂ ഹൗസ്. അനുരഞ്ജനം ഒരു പുതിയ വീടിനെ നിർമ്മിക്കുകയാണ്. വീട് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഡെസ്റ്റിനിയിലാണ്.
വീട് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരികയാണ്. എന്താ ആ പുതിയ വീട്? ചേഞ്ചസ് ബ്രിങ്സ് എക്സ്ചേഞ്ചസ്. ഞാൻ ശക്തിയുള്ളൊരു വാക്കായി ഇപ്പോൾ പറഞ്ഞേ. ആരുടെയെങ്കിലും ഉള്ളത്തിൽ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചില കൈമാറ്റങ്ങൾ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇതാ യാക്കോബ് ഏശാവും കൂടെ ചേർന്ന് ഒരു പുതിയ വീടിനെ നിർമ്മിച്ചു നൽകുകയാണ് തിരികെ. എങ്ങനെയാണ് ആ വീട് നിർമ്മിക്കപ്പെടുന്നതെന്നറിയാമോ? അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ ആ പുതിയ വീട്ടിൽ 4 അടയാളങ്ങൾ ഉണ്ടാകുന്നു. 4 symbols. വളരെ മനോഹരമാണ്. അത് മാത്രം ധ്യാനിച്ചിരുന്നാൽ ഒരു മാസം പ്രസംഗിക്കാനുള്ള കാര്യങ്ങൾ അവിടെ കിട്ടും. ആ വീട്ടിൽ 4 വാക്കുകൾ. ഒന്ന്, എ ന്യൂ പോസ്റ്റർ. യാക്കോബ് ഏശാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു. എ ന്യൂ പോസ്റ്റർ. 2, എ ന്യൂ എംബ്രേസ്മെന്റ്. അവൻ വല്ലാതെ അവനെ കെട്ടിപ്പുണർന്നു. എ ന്യൂ എംബ്രേസ്മെന്റ്. 3, ദ ന്യൂ ടിയേഴ്സ്. പുതിയ കുറച്ച് കണ്ണുനീരുകൾ ഉണ്ടായി. 2 പേരും കരഞ്ഞു. 4, എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയ ഭാഷ അവിടെ ഉണ്ടായി. വിശദീകരിക്കേണ്ട കാര്യമാണിത്. നിങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു വാക്കിൽ തിരിച്ചു വരാം. ഒരു പുതിയ വീട് നിർമ്മിക്കപ്പെടുന്നത് ഈ 4 വാക്കുകളിലാണ്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഒരു വീട് എങ്ങനെ നിർമ്മിക്കപ്പെടും? 4 വാക്കുകളിൽ. 1, എ ന്യൂ പോസ്റ്റർ. എന്താ? സാഷ്ടാംഗം വീഴുക. പിന്നെ എ ന്യൂ എംബ്രേസ്മെന്റ്. എന്താ? 2 പേരും അന്യോന്യം കെട്ടിപ്പുണരുക. 3, പുതിയ ചില കണ്ണുനീരുകൾ വീഴുക. 4, ഒരു പുതിയ ഭാഷ സംസാരിക്കുക. ഇന്ന് ഈ രാത്രി ഇത് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് വേണം തിരിച്ചു പോകാൻ. കൈവെള്ള വെച്ചോണം. അടുത്തൊരു വർഷം നമ്മുടെ വൈദികരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അടുത്തൊരു വർഷം ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നവരും അവരുടെ ദേശത്തെയും ഇടവകളുടെയും തകർച്ചകൾ എന്നോട് പങ്കിടുന്നവരുമാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ 4 കാര്യങ്ങൾ ഈ കൺവെൻഷനിൽ സൂക്ഷിച്ച് വെച്ചേക്കണം. ഈ വർഷം നടക്കേണ്ടതാ. നിൻ്റെ വീടുകൾക്കുള്ളിൽ 4 വാക്കുകൾ. സാഷ്ടാംഗം വീഴുന്നവരുടെ എണ്ണം ഉണ്ടാകണം. സാഷ്ടാംഗം വീഴുക. അന്യോന്യം കെട്ടിപ്പിടിക്കുക. അന്യോന്യം പുണരുന്നവരുടെ ജീവിതം ഉണ്ടാകുക. ചില പുതിയ കണ്ണുനീരുകൾ വീട്ടിലുണ്ടാകുക. ഒരു പുതിയ ഭാഷ വീട്ടിൽ സംസാരിക്കുക. ഈ 4 വാക്കുകൾ കൊണ്ട് ഈ ദേശത്ത് നമുക്ക് ഒരു പുതിയ വീട് സൃഷ്ടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിൻ്റെ 4 ഭാഷകളെ ദൈവം തിരുത്തുകയാണ്. ശരീരത്തിൻ്റെ ഭാഷ, ആത്മാവിൻ്റെ ഭാഷ, ആശയവിനിമയത്തിൻ്റെ ഭാഷ, വികാരങ്ങളുടെ ഭാഷ, ഇതെല്ലാം കർത്താവ് തിരുത്തി എഴുതുകയാണ്. ആരെങ്കിലും ഈ രാത്രി പ്രാർത്ഥിക്കുന്നുണ്ടോ? കർത്താവേ, നീ എനിക്കൊരു പുതിയ വീടിനെ നിർമ്മിച്ച് തരണമേ. ആ വീട്ടിൽ ചേഞ്ചസ് ബ്രിങ്സ് എക്സ്ചേഞ്ചസ്. മാനസാന്തരപ്പെട്ടവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇത് കൈമാറ്റം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആ ഭവനത്തിന് മാത്രമേ ഇത് കൈമാറ്റം ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഈ നാളുകളിൽ എവിടെയെങ്കിലും അയ്യോ അച്ഛാ തെറ്റിപ്പോയോ, തോറ്റുപോയേ, ഞാനാണ് കാരണക്കാരൻ, എൻ്റെ കുറവാണേ, നമ്മുടെ വീടുകളിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ 1.5 മാസം മുമ്പേ എൻ്റെ അരികിൽ വന്ന 2 പേർ 4 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ കഥ പറയുന്നത് അവർ വിവാഹമോചിതരായി എന്നുള്ളത് കൊണ്ടാണ്. പറയുന്നുണ്ട്, തെറ്റില്ല. എൻ്റെ അരികിൽ വരുമ്പോൾ 2 ആഴ്ചകൾ ബാക്കിയുണ്ട്. ഒരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റാണ്
കൊണ്ടുവരുന്നത്. എ ലേഡി ഇൻ ബ്ലൂ ജീൻസ്, വലിയ സംസ്കാരമുള്ള പെൺകുട്ടിയാണ്. 6 ലക്ഷം രൂപ 2 പേർക്ക് കൂടി ഒരു മാസം ശമ്പളം കിട്ടും. പ്രൊഫഷനൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, നാണക്കേടാണ്. മുമ്പിൽ വന്നിരിക്കുകയാണ്. 1.5 മണിക്കൂർ ഞാൻ അവരെ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ, അധികം പ്രായമില്ല, 4 വയസ്സുള്ളൂ കുഞ്ഞിന്. കേസൊക്കെ കോടതി നിൽക്കട്ടെ, നമുക്കിതിനെ തിരുത്തിയെടുക്കാം. എങ്ങനെ തിരുത്തും ഫാദർ? ഞാനൊരു കൊച്ചു കാര്യം പറയാം. നമുക്കൊരു സോറി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഒറ്റ വാക്ക്, ഇന്നത് മാത്രം മതി. എന്താ, ഞാനൊരു 20 മിനിറ്റിൻ്റെ ബ്രേക്ക് നിങ്ങൾക്ക് തരാം. ഞാൻ അപ്പുറത്തോട്ട് പോവാണ്. ഐ വിൽ കം ബാക്ക്. ശരി. 20 മിനിറ്റ് കഴിഞ്ഞ് വന്നു. ആര് പറയും സോറി ആദ്യം? ഞാൻ പറയാം. പെൺകുട്ടി. യെസ്, തുടങ്ങാം. നല്ല ഗ്രാമർ അറിയാവുന്നവരാണ് നമ്മുടെ മക്കളെന്നുള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. ഫാദർ, ഐ ആം റിയലി സോറി ടു സേ സോറി. അർത്ഥം ഇത്രയേ ഉള്ളൂ. അജോ, ഒരു സോറി പറയാൻ ബുദ്ധിമുട്ടാണെന്നാണ്. ഇനി നടന്നത് പറയുമ്പോൾ ഒരു വൈദികൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഉള്ളിൽ ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. 12 മിനിറ്റിനുള്ളിൽ ഞാൻ ആ സെഷൻ അവസാനിപ്പിച്ചു. ഒരു വലിയ വണ്ടിയുടെ വലിയ കാറിൻ്റെ താക്കോലുമായി ആ പെൺകുട്ടി എൻ്റെ 14 സ്റ്റെപ്പുകൾ പടിയിറങ്ങി. ആ വണ്ടിക്കകത്ത് കയറുമ്പോൾ കൗൺസിൽ റൂമിൽ 4 വയസ്സുള്ള കുഞ്ഞും അപ്പനും ഞാനും ജനൽ തുറന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കുഞ്ഞ് ജനൽപ്പാളിക്കടിയിലൂടെ കൈയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തിനെന്നറിയാമോ? ആ അമ്മ കാർ തിരിക്കുമ്പോൾ കൈ വീശി കാണിക്കും എന്ന പ്രതീക്ഷയിൽ. അതങ്ങനെ അവസാനിച്ചില്ല. വലിയ വണ്ടിയിൽ വലിയ സ്പീഡിൽ അമ്മ തിരിച്ചു പോകുമ്പോൾ ആ കുഞ്ഞ് ഏങ്ങലടിക്കാൻ തുടങ്ങി. അവനെ ഞാൻ എൻ്റെ മടിയിലേക്ക് ചേർത്ത് നിർത്തി. ഞാൻ അവനോട് പറയും, മോനെ, മമ്മി വിൽ കം. അമ്മ വരും, അമ്മ വരും മോനെ എന്ന് പറയും. അനുരഞ്ജനത്തിൻ്റെ രാത്രിയിൽ ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളോട് പറയട്ടെ, നാം ഒരു പുതിയ വഴിയിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. സാഷ്ടാംഗം വീഴാൻ നിൻ്റെ മുഴങ്കാലുകളെ നീ ഒരുക്കുമോ? കൈകൾ പിടിക്കുവാൻ നിൻ്റെ കരങ്ങളെ നീ ഒന്ന് ഉയർത്തുമോ? കണ്ണുനീരൊഴുക്കുവാൻ നിൻ്റെ കണ്ണുകളെ നീ ഒരുക്കുമോ? ഒരു നല്ല ഭാഷ സംസാരിക്കാൻ നിൻ്റെ അധരങ്ങളെ നീ തുറക്കുമോ? ഈ രാത്രി ചേഞ്ചസ് ബ്രിങ്സ് എക്സ്ചേഞ്ചസ്. അരുമനാഥൻ്റെ കരങ്ങളിൽ എൻ്റെ ഭവനത്തിൽ ചിലത് മാറ്റി കൊടുക്കാൻ, ചിലത് മാറ്റി വാങ്ങുവാൻ, വഴികളടഞ്ഞ ജീവിതങ്ങൾക്ക് ഒരു മടക്കയാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, അടുത്ത 3 മിനിറ്റ് സമയം സമയം പോയിട്ടില്ല. അടുത്ത 3 മിനിറ്റ് സമയം നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒന്ന് നേരെ ഇരിക്കണം എല്ലാവരും, പ്ലീസ്. ഒരു നന്ദി പറയണം കർത്താവിനോട്. നാം ധ്യാനിച്ച കൊച്ച് 3 വാക്കുകളായിരുന്നു. കർത്താവ് നമ്മോട് പറഞ്ഞു 3 കാര്യങ്ങളെ തിരുത്തി എഴുതുവാൻ അരുമനാഥന് രാത്രി നമ്മോട് പ്രബോധിപ്പിച്ചു. കർത്താവെ, എൻ്റെ കഥകളെ തിരുത്തി എഴുതുന്ന ഒരു ദൈവം കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. തെറ്റായ കഥകൾ പറഞ്ഞ് എൻ്റെ ഭവനത്തെ തകർത്ത് കളയുവാൻ ഒരിക്കലും നീ ഇടയാകരുതെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിന്നോട് ചേർന്ന് കൃപയുടെയും സ്തുതിയുടെയും ശബ്ദം പറയുന്നൊരു വീടായി എൻ്റെ വീടിനെ നിർത്തുവാൻ നീ ഇറങ്ങി വരണമേ എന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ചില വഴികളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഈ രാത്രി അരുമനാഥൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് കർത്താവെ, നിന്നിലേക്ക് ഞങ്ങൾ ചാരുന്നു. ഞങ്ങളുടെ സഹോദരൻ്റെ തോളിലേക്ക് ഞങ്ങൾ ചാരുന്നു. ഞങ്ങളുടെ ഉള്ളിലെ മുടന്തുകളിലേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവെ, ഞങ്ങളെ മടക്കി വിളിക്കുവാൻ ഒരു സർവശക്തനായ ദൈവം മതിയായവനാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ രാത്രി ഞങ്ങൾക്ക് ചില രൂപാന്തരങ്ങളിലേക്ക് കർത്താവ് വിളിക്കുകയാണ്.
ചിലത് മാറ്റി വാങ്ങുവാനുണ്ട്, ചിലത് പകരം കൊടുക്കുവാനുണ്ട് കർത്താവേ. ഇനി ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ കഥകളല്ലല്ലോ, നിൻ്റെ കഥകൾ പറയുന്നൊരു ജീവിതം ഞങ്ങൾക്ക് തരണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങൾ കൈമലർത്തി നിൻ്റെ അരികിലേക്ക് വരുന്നു. അല്പം കൂടെ സാഷ്ടാംഗം വീഴാൻ, ഞങ്ങളുടെ സഹോദരങ്ങളെ കെട്ടിപ്പിടിക്കുവാൻ, അല്പം കൂടെ നല്ല കണ്ണുനീർ വീഴ്ത്തുവാൻ, നീ തന്ന ഒരാത്മാവിൻ്റെ പുതിയ ഭാഷ സംസാരിക്കുവാൻ ഞങ്ങളുടെ ഭവനങ്ങളെ നീ തിരികെ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ എല്ലാവരും നന്ദി പറയണം. ഈ രാത്രി നമ്മൾ ഈ ആരാധനയിലിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞതുപോലെ നൂറുകണക്കിന് വീടുകൾ വീണ് കിടക്കുകയാണ്, നൂറുകണക്കിന് വീടുകൾ കലഹിക്കുകയാണ്. ഒരുമിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള കൂട്ടായ്മയില്ലാത്ത വീടുകളുണ്ട്. കർത്താവേ, എൻ്റെ വീടിനെ നീ താങ്ങുന്നല്ലോ. ഒരു നന്ദി പറഞ്ഞു കർത്താവിന്. എൻ്റെ വീടിനെ നീ പരിപാലിക്കുന്നല്ലോ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയൊക്കെ നീ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ കർത്താവേ. വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് പൂർണ്ണമായി നമ്മെ സമർപ്പിച്ച് ഏൽപ്പിക്കാം. ഒരു നിമിഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ഒരു കൊച്ചു സമർപ്പണം ചെയ്യുമോ ഈ ആരാധനയിൽ? കർത്താവേ, എൻ്റെ കരങ്ങളിൽ നീ തന്ന ദൂതുമായി ഞാൻ മടങ്ങിപ്പോവുകയാണ്. എൻ്റെ ഭവനത്തെ പുനർനിർമ്മിക്കുവാൻ സ്വർഗം ഞങ്ങളെ ശക്തീകരിക്കുന്നല്ലോ. ചിലയിടങ്ങളിൽ മുഴങ്കാലിൽ നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ. അയ്യോ, കൈവിട്ടു പോയവരെ ചേർത്ത് പിടിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ കർത്താവേ. കണ്ണുനീരോടെ ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഇരിക്കുവാനുള്ള ബലം ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞങ്ങളുടെ വീട്ടിൽ പുതിയ ഭാഷ സംസാരിക്കുവാൻ ആത്മാവിൻ്റെ ഭാഷ ഞങ്ങൾക്ക് ദാനമായി തരണമേ. ഈ രാത്രി ഒരു സ്തോത്രം പറയണം കർത്താവേ. നിൻ്റെ മക്കൾ തലകുനിച്ചിരിക്കുകയാണ്. ഒരഭിഷേകത്തിൻ്റെ രാത്രിയായി തീർക്കണേ. അനുരഞ്ജനത്തിൻ്റെ ഭാഷ അഭിഷേകത്തിലൂടെ വെളിപ്പെടുന്നൊരു രാത്രിയായി തീരണമേ. അനേകരെ ഈ രാത്രികാലം നീ അഭിഷിക്തമാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒരുമിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദി പറയട്ടെ, ആരാധന അർപ്പിക്കട്ടെ. ഞങ്ങളുടെ വീടിനെ നീ സൂക്ഷിച്ച് നോക്കണേ കർത്താവേ. ലജ്ജിച്ചു പോകാനിടയാകല്ലേ, ആരും അപമാനിക്കാനിടയാകല്ലേ, ആരും വീണു പോകാനിടയാകല്ലേ, നിരാശയുടെ വീടുകളായി തീർന്നു പോകല്ലേ കർത്താവേ. ഞങ്ങളുടെ വീടിനെ ആരും വിധിക്കുവാനിടയാകല്ലേ. ഒരു വീണ്ടെടുക്കപ്പെട്ട വീടായി ഞങ്ങളുടെ വീട് മടങ്ങുവാൻ ഈ രാത്രി കർത്താവ് തരുന്ന അഭിഷേകത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അരിമനാഥൻ്റെ വലങ്കരത്താൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വന്ന ഭവനങ്ങളിലേക്ക് തിരികെ പോവുകയാണ്. അയ്യോ, കരുണ തോന്നണമേ, മനസ്സലിയണമേ, ജയം നൽകണമേ, വീണ്ടെടുക്കണമേ. രാത്രി ആരെങ്കിലും കണ്ണു നനഞ്ഞിവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ വീടിനെ വീണ്ടെടുക്കുവാൻ അവൻ ജയത്തോടെ മടങ്ങി വരുന്നുണ്ട്. ഈ രാത്രി ലോകം നിന്നെ വിധിച്ചാലും നിൻ്റെ വീടിനെ വിട്ടുകൊടുക്കാത്തൊരു ദൈവം ഈ രാത്രി ജീവനോടെയുണ്ട്. ആ വീണ്ടെടുപ്പിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ്റെ തോളിലേക്ക് നീ ഒന്ന് ചാരിയാട്ടെ. എൻ്റെ സഹോദരൻ്റെ തോളിലേക്ക് നീ ഒന്ന് മടങ്ങി വന്നാട്ട്. നിൻ്റെ ഉള്ളിലെ കുറവുകളെ ഒന്ന് ഏറ്റുപറഞ്ഞാട്ട്. ഈ രാത്രി അരിമനാഥൻ്റെ വീടിനെ നിർമ്മിക്കുവാൻ ശക്തനായി നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവെ, ആ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം. നിൻ്റെ ആണിപ്പാടുള്ള കരം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ്റെ ധന്യനാമത്തിലടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ.